വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത്വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. ഹായ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മല്ലു കപ്പിൾസ് ആണ്. ഐ വെൽക്കം അലക്സ് ആൻഡ് സോണം ഇൻ ടു ദ ഷോ. നമസ്കാരം. മല്ലു കപ്പിൾസ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. സോ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, നിങ്ങൾ എങ്ങനെയാണ് ഫസ്റ്റ് മീറ്റ് ചെയ്തതെന്ന്. സോ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് മീറ്റപ്പ്? ഫസ്റ്റ് മീറ്റ് വൈറ്റിലയിൽ വെച്ചിട്ടായിരുന്നു. വൈറ്റില അവിടെ തന്നെ കണ്ടുപിട്ടിയത്. ഞാൻ പഠിക്കാൻ പോയതാ ജൂനിയർ ആയിട്ട് ഒരു ഹയർ സ്റ്റഡീസ്റ്റ്. അപ്പോൾ ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ പോയതാ. അപ്പം അവിടെ തന്നെ സീനിയറെ കണ്ടാണ്. സീനിയർ ആയിട്ടായിരുന്നല്ലേ? ആ സീനിയർ ആയിട്ടാണ് അത്. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് ഫസ്റ്റ് മീറ്റപ്പിൽ തന്നെ ഇഷ്ടമായി. ഫസ്റ്റ് മീറ്റപ്പ് ഇഷ്ടമായില്ല, ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. പക്ഷെ അങ്ങനെ ഫ്രണ്ടും ആയില്ല. 6 മാസം കഴിയുമ്പോൾ അത് പോയി. 6 മാസം കഴിഞ്ഞപ്പോൾ അത് പോയി. പിന്നെ ഒരു 1-2 വർഷത്തിന് ശേഷം ആളിൻ്റെ ഫോട്ടോയ്ക്ക് ലൈക്ക് അടിച്ചു ഫേസ്ബുക്കിൽ. അപ്പോൾ അങ്ങനെ കണ്ടുപിട്ടിയത്. പിന്നെ എനിക്കന്നൊരു ക്രഷ് ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞില്ലെന്നുള്ളൂ. ആ സമയത്ത് ആള് ലൈക്ക് അടിച്ചു, പിന്നെ ചാറ്റ് ചെയ്ത്, പിന്നെ അപ്പം തന്നെ പ്രൊപ്പോസും ചെയ്തു. ലേറ്റാണെന്ന് ചോദിച്ചിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, ദെൻ റിലേഷൻഷിപ്പ്, അത് കഴിഞ്ഞിട്ട് മാരേജ് ആണ്. ഇപ്പോൾ ഒരു ചേച്ചി ഒരു അമ്മയാണ്. സോ ആ എല്ലാത്തിലും ഒരു ചേഞ്ചസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്തൊക്കെയായിരുന്നു? ചേഞ്ചസ് എനിക്ക് ലവ് ടൈം അങ്ങനെ ഉണ്ടായിരുന്നു, മാരേജ് കഴിഞ്ഞിട്ടും അങ്ങനെ ഉണ്ട്, ഇപ്പോൾ ആസ് എ മദർ ഓൾസോ അങ്ങനെ ഉണ്ട്. പിന്നെ അവൾക്ക് ക്യാരക്ടറും അതുമാതിരി സെയിമും ഉണ്ട്. പിന്നെ മാരേജ് കഴിഞ്ഞിട്ട് വീട്ടിൽ കുറച്ച് ചേഞ്ച് ഉണ്ടാവും. ബിഫോർ ടൈം ഒറ്റയ്ക്കല്ലേ ജോലി ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക്. പക്ഷേ മാരേജ് കഴിഞ്ഞിട്ട് പുതിയ വീട്ടിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് പേടി ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ. ഭാഷ മറ്റു പ്രശ്നമുണ്ടായിരുന്നു. ലാംഗ്വേജ് മലയാളം അറിയില്ലല്ലോ. അപ്പോൾ പക്ഷേ മലയാളം പഠിച്ചിട്ട് 3 year ആയി. പക്ഷെ കുഴപ്പമില്ല, ഇതുവരെ ഒന്നും കുഴപ്പമില്ല. ഞാൻ സന്തോഷമുണ്ട്, ഭയങ്കര ഹാപ്പി, എല്ലാവർക്കും ഹാപ്പി ലൈഫ്. മാരേജ് കഴിഞ്ഞിട്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. സാറിന് എല്ലാം പറയുന്നുണ്ട്, മാരേജ് കഴിഞ്ഞിട്ട് വേറെ ഒരു സ്റ്റോറി ലൈഫ് ആയിരിക്കും, വേറെ ലൈഫാണ്. പക്ഷെ അത് സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ചെറിയ പണവും കാര്യമൊക്കെ വന്നായിരുന്നു. പക്ഷെ പേടിച്ചു പോയി ഞാൻ. പക്ഷെ ഞാനത് തിരിച്ചു പിടിച്ചു. പിന്നീട് പഴയ ആ ലവും കൊടുത്ത് അങ്ങനെ തിരിച്ചു പിടിച്ചു. അത് അങ്ങനെയായിരുന്നു. മാരേജ് ചെയ്തിട്ട് ഇപ്പോൾ ലവ് കൂടി. നമുക്ക് ലവ് ടൈം ഓൾറെഡി ലവ് ഉണ്ടോ, പക്ഷേ ലവ് ടൈം വേറെ ലവ്. പക്ഷെ ഇപ്പം മാരേജ് കഴിഞ്ഞിട്ട് ബേബി ആയി കഴിഞ്ഞാൽ ലവ് മീൻസ് വേറെ ലെവൽ. എനിക്ക് ലൈഫിന് വേറെ ലെവൽ. ഇപ്പൊ എല്ലാരും പറയാറുണ്ടല്ലോ, ലവ് ചെയ്യുമ്പോ അത് തരാം, ഇങ്ങനെ കുറെ പ്രോമിസസും കാര്യങ്ങളെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാരേജിന് ശേഷം അതെല്ലാം നടത്തി കൊടുത്തിട്ടുണ്ടോ? പ്രോമിസ് എല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് ലവ് ടൈം കുറേ സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എല്ലാ യൂട്യൂബ് ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇതുവരെ സർപ്രൈസ് ഉണ്ടോ. പിന്നെ കൊറോണ ടൈം എനിക്കും വർക്ക് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ ഹസ്ബൻഡിനും വർക്ക് ഉണ്ടായിരുന്നില്ല. ആ ടൈം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ചോക്ലേറ്റ് വരെ എനിക്ക് വാലന്റൈനിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കവർ വരെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതുവരെ പക്ഷേ എനിക്ക് പുള്ളിക്കാരി ഭയങ്കര സർപ്രൈസ് കൊടുക്കണം. ഏറ്റവും ഫസ്റ്റ് ഉണ്ട് എനിക്ക് അങ്ങനെ സർപ്രൈസ് കൊടുക്കണു. ആ ടൈപ്പ് എനിക്ക് എത്ര ചിന്തിച്ചാലും എനിക്ക് വരില്ല, അറിയില്ല. പക്ഷേ ഹസ്ബൻഡ് അടിപൊളി കൊടുക്കുന്നു. ഉള്ളിലുണ്ടോ സ്നേഹമുണ്ടോ, ഉള്ളിൽ ലവ് കുറേ ഉണ്ടോ. പക്ഷെ ഞാൻ കുറച്ച് ടൈം കണ്ടില്ലേനും ഭയങ്കര എനിക്ക് ടെൻഷൻ വരും. പുറത്ത് പോകുമ്പോൾ ഞാൻ വിരിച്ചിട്ടേ ഇരിക്കും, ഇപ്പോൾ വരും, എവിടെയുണ്ടോ, ഫുഡ് കഴിച്ചില്ല, അങ്ങനെ. പക്ഷേ സർപ്രൈസ് കൊടുക്കണം. സാധാരണ നമ്മുടെ ലൈഫ് എന്ന് വെച്ചാൽ ചിലർക്ക് എല്ലാം കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചില ബുദ്ധിമുട്ടുണ്ട്, ചിലപ്പോൾ ആ ടൈം കിട്ടാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് ഒന്നാമത്തെ കൂടെ ഇത്രയും ദൂരം വന്ന് നിൽക്കുന്ന ഒരു പെണ്ണാണ്, മനസ്സിലായി. അപ്പം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്നെ ചീത്ത പറയില്ല, തല്ലില്ല. പിന്നെ ഞാൻ ലവ് ടൈമിൽ എങ്ങനെയാണോ അതുപോലെ ഞാൻ ചെയ്തത്. അത് പ്രൊപ്പോസിന് മുമ്പാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു പ്രൊപ്പോസ് ചെയ്യില്ല, ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ആൾക്കൊന്നും വിശ്വാസമൊന്നും ഉണ്ടായില്ല എല്ലാവരും. പക്ഷേ എങ്ങനെയോ ഭാഗ്യം കൊണ്ട് എനിക്കൊന്ന് കിട്ടി. പക്ഷെ ഞാനത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു സർപ്രൈസും കാര്യങ്ങളും ഒന്ന് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഫൈറ്റിംഗ് ഉണ്ട് കേട്ടോ. ഫൈറ്റിംഗ് ഇഷ്ടമുള്ള ഫൈറ്റിംഗ് ഉണ്ടോ, നമുക്ക് ഫൈറ്റിംഗ് വരും. പക്ഷേ നല്ലതാണ്, പിന്നെയും കൂടും. പക്ഷെ അവൾക്ക് പെട്ടെന്ന് എനിക്കൊരു മിണ്ടും.
ഞാൻ മിണ്ടൂല, ഞാൻ മൈൻഡ് ചെയ്യില്ല. എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യലും, ഞാൻ മിണ്ടാതെ എൻ്റെ വഴിയിൽ പോകും. പക്ഷേ പുള്ളിക്കാരി ബാക്കിൽ വരും, സോറി ഷുയിക്കുട്ടി പറഞ്ഞിട്ട് വരും. പിന്നെ നമുക്ക് ചിരി വരും. അപ്പോൾ ഫൈറ്റ് വരുമ്പോൾ നമുക്ക് ആംഗ്രി അത്ര നേരം നമുക്ക് പിരിച്ച് പറ്റൂല. കുറച്ച് നേരം ആംഗ്രി വരുമ്പോൾ ദേഷ്യം ചെയ്യും, അത്രയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ലൈഫ് ടൈം എങ്ങനെയാണോ നമുക്ക് കൊടുക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒന്നാമത്തെ ഇത് റീസൺ, ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മയാണ് മനസ്സിലായത്. അപ്പോൾ അമ്മയ്ക്ക് എന്ന് വെച്ചാൽ ലൈഫിൽ ഒരു ഹാപ്പിനെസ് ഇല്ലാത്തിരുന്നു അത്രയും മനസ്സിലായി. അപ്പോൾ അത് കണ്ട് ഭയങ്കര സങ്കടമായി പോയി. കാരണം ഏതെങ്കിലും കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ഒരാളും. അപ്പോൾ അതുകൊണ്ട് ഒരു എന്തെങ്കിലും ലൈഫ് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാമ്പത്തികമല്ല, അമ്മയ്ക്ക് അമ്മയുടെ ടെൻഷൻ ഉണ്ട്, പിന്നെ മക്കളുടെ കാര്യത്തിലുള്ള ടെൻഷൻ, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവും. ഒരു ഹാപ്പിനെസ് ഇല്ലായിരുന്നു. പക്ഷേ ഇവള് വന്നപ്പോൾ തന്നെയാണ് ഇപ്പം അമ്മ ഹാപ്പിനെസ് ആയിട്ട് തുടങ്ങിയത്. കാരണം ഇവള് വന്ന പിന്നെ അമ്മയ്ക്ക് വർക്ക് കുറഞ്ഞു. ഇവള് വീടിൻ്റെ കാര്യമെല്ലാം നോക്കുന്നുണ്ട്. എല്ലാവരും അത് തൊട്ടപ്പുറത്തെ കസിൻസ് ആയപ്പോൾ ഇവളൊക്കെ നോക്കണം മൊത്തത്തിൽ. അപ്പോൾ അവർക്ക് ഭയങ്കര താല്പര്യം ഇവളോട്. പക്ഷേ എൻ്റെ അമ്മയുടെ ലൈഫിനെ കണ്ടുകൊണ്ടും ഞാൻ അങ്ങനെ ചിന്തിച്ചായിരുന്നു, ഒരു പ്രോമിസിൻ്റെ മണ്ടിൽ എന്നെ കിട്ടുന്ന പെണ്ണെ ഞാൻ വേദനിപ്പിക്കില്ല. പ്രോമിസ് അല്ല, മനസ്സിൽ വിചാരിച്ച കാര്യമായിരുന്നു. കാരണം അത് കണ്ടു വളർന്നുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ തോന്നിയത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അമ്മയുടെ അത് വിചാരിച്ചപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെ പെണ്ണിങ്ങനെ വേദിക്കുക, അവൾക്ക് എന്താണ് വേണ്ടത് അത് ഞാൻ ചെയ്തു കൊടുക്കും. അത് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത്ര ലേറ്റ് ആയാലും ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ അതുകൊണ്ടായിരിക്കാം ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ മാരേജിൽ ഏറ്റവും ലവ് ടൈമിൽ സത്യം പറഞ്ഞാൽ ഞാനുള്ള ഇത് സൗന്ദര്യം കണ്ടിട്ടല്ല ഞാൻ പ്രേമിച്ചത്. അവരുടെ ക്യാരക്ടർ ഉണ്ട്, അപ്പോൾ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു ഇതുണ്ട്, പിന്നെ അവർ കെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെറുത് ജസ്റ്റ് അങ്ങനെ ആയിരിക്കുമല്ല. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെയല്ല, ചിലവർ അപൂർവം ആൾക്കാരുണ്ടാവും. അപ്പോൾ അതെനിക്ക് എനിക്ക് ഇഷ്ടം തോന്നി അന്ന് തന്നെ. ആ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയത് അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ. പിന്നെ പറയാനൊരു പേടി. ഞാൻ സത്യം പറഞ്ഞാൽ വില്ലേജിൽ നിന്ന് ടൗണിൽ വന്ന് ഫസ്റ്റ് ചെയ്തില്ല. അതായത് എൻ്റെ ചേട്ടായിയാണ് എന്നെ ഇവിടെ കൊണ്ട് ചേർത്തത്. കുറേ നാളും വീട്ടിൽ ഇങ്ങനെ കുറച്ച്, അത് വേറൊരു സംഭവം. അപ്പോൾ അങ്ങനെ ഡിപ്രഷൻ അടിച്ചിരുന്നപ്പോൾ ചേട്ടനാണ് പിടിച്ചിവിടെ കൊണ്ടാക്കിയത്. അത് ലവ് സ്റ്റോറിയാണ്. അത് തേപ്പല്ല, സാഹചര്യം കൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. അപ്പം അതുകൊണ്ട് അത് 6 മാസം വീട്ടിലിരുന്ന അങ്ങനെ. അപ്പോൾ ചേട്ടായാണ് അങ്ങനെ വീട്ടിൽ ഇത്. അപ്പോൾ ചേട്ടായി പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് രാത്രി ഒരു സഞ്ചിയിൽ 3 ഡ്രസ്സ് ഇട്ട് ഒറ്റ പോക്കായിരുന്നു ചേട്ടൻ്റെ അടുത്തോട്ട്. പിന്നെ വീട്ടിലോട്ട് വന്നിട്ടില്ല. 3-4-5 വർഷം ഞാൻ വീട്ടിലോട്ട് പോയിട്ടേ ഇല്ല. അപ്പോഴാണ് ചേച്ചിനെ പരിചയപ്പെട്ട. അത് എല്ലാം കൊണ്ടും എൻ്റെ ഒരു ദൈവം എന്ന് പറഞ്ഞ ചേട്ടനാണ്. കസിൻ ബ്രദറാണ്. പക്ഷേ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ്. ആളില്ലെങ്കിൽ ഇവിടെ കണ്ടുകിട്ടൂല, ഇല്ലെങ്കിലും എനിക്ക് ഇതുപോലെ ലൈഫും കിട്ടൂല. അങ്ങനെ ഒരു അപ്പോൾ ഞാനതിന് അത്രയും കടപ്പാടുണ്ട് എനിക്ക്. ചേച്ചിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായിരുന്നു അച്ഛൻ. അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? അയ്യോ, എനിക്ക് ഇത് കേട്ടുമ്പോൾ ഭയങ്കര ഇമോഷണൽ. കാരണം ഞാൻ സ്മോൾ ടൈമിൽ 14 ഇയേഴ്സിൽ വീട്ടിൽ പുറത്തുണ്ടാവും. ഞാൻ ജോലി നമുക്ക് അവിടെ അത്ര റിച്ച് ഫാമിലി ഇല്ല. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ വർക്കിംഗ് ഉണ്ട്, പുറത്ത് ഔട്ട് സൈഡ് വർക്കിംഗ് ഉണ്ട്. ഫസ്റ്റ് ചെന്നൈയിൽ വർക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ട് ജോലി ഇരിക്കുന്നു. പക്ഷേ എൻ്റെ ഫാമിലിക്കിട്ട് ഞാൻ അത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ ചേട്ടനും എൻ്റെ പാരൻസ് കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പാരൻസ് ഇമ്പോർട്ടൻ്റ് ഉണ്ട് എല്ലാവർക്കും ലൈഫിൽ. പിന്നെ എൻ്റെ അച്ഛനും അമ്മ പെറ്റിന് മരിച്ചോ. നമുക്ക് അത്ര സ്മോൾ ടൈമിൽ പാരൻസ് നമുക്കിട്ട് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിഷമം. അപ്പോൾ എനിക്ക് അമ്മ അപ്പൊക്കെ പേര് കേട്ടുമ്പോൾ ഭയങ്കര ഇമോഷണലാണ്. അപ്പോൾ അമ്മയച്ഛനും ചെറുപ്പത്തിലേ തന്നെ പോയല്ലോ ചേച്ചിരെ. അപ്പോ ചേട്ടന്റെ വീട്ടിലോട്ട് വന്നപ്പോ ചേട്ടന്റെ അമ്മയുടെ സ്നേഹവും എല്ലാരും കുഞ്ഞിലെ നഷ്ടപ്പെട്ട അമ്മയുടെ സ്നേഹം തിരിച്ചു കിട്ടിയ? തിരിച്ചു കിട്ടിയിട്ടുണ്ട്. കാരണം അതാണ് സാർ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, അമ്മ എല്ലാവരും എനിക്ക് ഭയങ്കര സ്നേഹം, ഭയങ്കര ലവ് ഉണ്ട്. പിന്നെ ഹസ്ബൻഡും എല്ലാവരും ഒരു ഫാമിലി. എനിക്ക് ഫാമിലി വേണം, ഫാമിലി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുമാതിരി എനിക്ക് ഒരു ഫാമിലി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം, ഞാൻ ഭയങ്കര ഹാപ്പി ഉണ്ട്. ശരിക്കും എനിക്ക് അച്ഛന് അമ്മ മാതിരി എൻ്റെ മദർ ഇൻ ലോ ഉണ്ട്.
ചേച്ചിയുടെ ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ള മൂമെന്റ് എന്ന് പറയാനായിട്ട് അച്ഛന്റെ കൂടെയും അമ്മയുടെ കൂടെയും ലാസ്റ്റ് മൂമെന്റിൽ ചേച്ചി ഉണ്ടായിട്ടില്ല എന്നുള്ള. അതെ, ശരിക്കും ഞാൻ അപ്പ മരിക്കുമ്പം അപ്പ വയ്യ ഉണ്ടായ സമയത്ത് ഞാൻ പോയായിരുന്നു. 2 months ഉണ്ടായിരുന്നു. അമ്മ മരിക്കുമ്പോൾ മുമ്പും ഞാനും അമ്മയ്ക്കും 2 months ഉണ്ടായിരുന്നു. പക്ഷെ മരിക്കുമ്പോൾ സമയത്ത് ലാസ്റ്റ് സമയത്ത് ഞാനും ഉണ്ടായിരുന്നില്ല. ആ വിഷമം എനിക്ക് ഇതുവരെ ഉണ്ട്. ചിലപ്പം എനിക്ക് ലൈഫ് ടൈം ഫുള്ളും ഉണ്ടാവും. ഇത് ആർമി എനിക്ക് ഇത് തീർക്കാൻ പറ്റില്ലല്ലോ. അതെ, ഇത് ലൈഫ് ടൈം എനിക്ക് റിഗ്രറ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് ഹസ്ബൻഡ് ഇപ്പോൾ എനിക്ക് ഹസ്ബൻഡ് എനിക്ക് എല്ലാ എന്താ ഒരു ഫാമിലിക്ക് ആവശ്യമുണ്ട്. എനിക്ക് ലൈഫിൽ ഉണ്ടായിരുന്നു. ആ ഫാമിലിക്ക് ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാം എനിക്ക് കൊടുത്തിട്ടുണ്ട്. അതുമാതിരി സ്നേഹം, കെയറിങ്, സർപ്രൈസ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോൾ ഒരു അമ്മ ഒരു പാരൻസ്ക്ക് സ്നേഹം നമുക്ക് വേറെ ആൾക്കാർക്ക് കൊടുക്കാനും പറ്റില്ല. പക്ഷേ എനിക്ക് ഇപ്പോൾ എനിക്ക് ലൈഫിൽ ഏറ്റവും സപ്പോർട്ട്, ലൈഫിൽ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡ് മാത്രമേ എനിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ശരിക്കും എനിക്ക് ഹാപ്പിനെസ്സോ സാഡ്നെസ്സോ ഒക്കെ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ട്. പിന്നെ എന്താ എനിക്ക് വീട്ടിൽ എനിക്ക് പ്രശ്നം, എനിക്ക് വീട്ടിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ പോകണം. നമുക്ക് വീട്ടിൽ പോകണം, ട്രെയിനിൽ പോകണം 3 ദിവസം ആവും. പിന്നെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമുക്ക് ഓരോ ദിവസം ഫ്ലൈറ്റിൽ നിൽക്കും. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പറയുമ്പോൾ അവരൊക്കെ ഹസ്ബൻഡ് ചെയ്ത് മാക്സിമം എനിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വീട്ടിൽ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്, എല്ലാ ഹസ്ബൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് എൻ്റെ മുമ്പ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗോഡ് ഉണ്ടോ പറയും. ശരിക്കും എനിക്ക് ഒരു ഗേൾക്ക് ഡ്രീം ഉണ്ടാവും, എനിക്ക് ഹസ്ബൻഡ് എങ്കിൽ മാതിരി വരണം, എനിക്കൊക്കെ സപ്പോർട്ട് വേണം, സർപ്രൈസ് വേണം. എല്ലാവർക്കും ഇഷ്ടമല്ലേ, എല്ലാ ഗേൾസ്ക്കും അങ്ങനെ ഹസ്ബൻഡ് ഇഷ്ടം. അപ്പോൾ എനിക്ക് ലൈഫിൽ അങ്ങനെ ഹസ്ബൻഡ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് മരക്കിന് വരെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിക്ക് സപ്പോർട്ട് എനിക്ക് വേണം. അതെ, സപ്പോർട്ട് എല്ലാം ഉണ്ടാവട്ടെ, ഇതുപോലെ തന്നെ മുമ്പോട്ട് പോട്ടെ. നമ്മളിപ്പോൾ റീൽസും അതേപോലെ യൂട്യൂബിലൊക്കെ കുറച്ചുകൂടെ ഫേമസ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും നെഗറ്റീവ് കമന്റ്സ് കൂടുതലുണ്ടാവും. അവരോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നെഗറ്റീവ് മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യും. ചില നെഗറ്റീവ് കമൻറ്റിന് നമുക്ക് റിപ്ലൈ കൊടുക്കണം. നല്ല കമൻറ്റിന് ഞാൻ എല്ലാം റിപ്ലൈ കൊടുക്കും. കാരണം നമുക്ക് അത്ര സമയം കൊടുക്കുന്നുണ്ട്. നമുക്ക് വീഡിയോസ് എല്ലാം കണ്ടിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ഇത് കമൻറ്റ് കൊടുക്കണം, റിപ്ലൈ കൊടുക്കണം. മാക്സിമം റിപ്ലൈ ചെയ്യാറുണ്ട്. ചില നെഗറ്റീവ് കാണുമ്പോൾ സങ്കടം വന്നത് അത് പണ്ട് കാര്യമില്ല, വേറെ ഒന്നുമില്ല. അത് ഇത് നിങ്ങൾ യൂട്യൂബിനിടയിൽ കാട്ടിക്കൂട്ടണേന്നൊക്കെ പറയണത്. പക്ഷെ അത് എന്നെ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങനത്തെ ഒരാളായിരുന്നു മുമ്പ്, യൂട്യൂബിന് മുമ്പ്. സത്യം പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ 2015 പ്ലാൻ ചെയ്തതാണ്. ഇവിടെ സമ്മതിച്ചില്ല എന്നുള്ള ആ സമയത്ത്. പണ്ട് ഞാൻ മുമ്പ് സംസാരിക്കുന്നില്ല, ഭയങ്കര ഇത് കാം. ഇപ്പോൾ ഭയങ്കര കൂടുതൽ ടോക്കറ്റീവ് ആയിപ്പോയി. ഇപ്പോൾ ചിലപ്പോൾ യൂട്യൂബ് ഉണ്ട്, അത് കാരണം പിന്നെ ഫാമിലി ആയിപ്പോയില്ലോ. പണ്ടേ ഒറ്റക്ക് വർക്കിംഗ് ഉണ്ട്, പിന്നെ കുറച്ച് ടൈം നമുക്ക് ക്ലയൻറ്റ് കിട്ടി സംസാരിക്കുക അത്രയുണ്ട്. പക്ഷേ ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും നന്നായിട്ട് വർത്തനം പറയും. പിന്നെ യൂട്യൂബ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി വർത്തനം. ഇപ്പോൾ ഇത് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തേ പറ്റില്ല, വർത്തനം ആയി പോവും. ചേട്ടൻ റിയൽ ലൈഫ് പോലെ തന്നെയാണോ റീലിലും? സെയിം സർപ്രൈസസും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. സെയിം അത് ചിലർക്ക് തോന്നുന്നുണ്ടാവും എന്താ അമ്മയ്ക്ക് കൊടുക്കാത്തത്, അതൊക്കെ അമ്മയ്ക്ക് അനിയത്തിനും കൊടുക്കാത്തത്. ഞാൻ ഇവർക്ക് ചെയ്യുമ്പോൾ അവർക്ക് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് സർപ്രൈസും ഇവർക്ക് ബാക്കി ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ അതുപോലെ എൻ്റെ പൊന്നു പോലെ എൻ്റെ അനിയത്തിന് എന്നെ വേണം നോക്കുന്നുണ്ട്. പണ്ട് ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഹസ്ബൻഡിക്ക് വീട്ടിൽ ബർത്ത്ഡേ സെലിബ്രേഷനോ നമുക്ക് വെഡിങ് ആനിവേഴ്സറി ഒന്നും പുറത്ത് പോയി ഫുഡ് കഴിക്കണോ, പുറത്ത് ഔട്ടിങ് ഫാമിലി ഗെറ്റ് ടുഗെദർ പുറത്ത് പോകണം, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും, അപ്പോൾ എനിക്ക് ഇഷ്ടം, എനിക്ക് ബർത്ത്ഡേ ആനിവേഴ്സറി എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ ഇഷ്ടം. വലിയ വലിയ ഗിഫ്റ്റ് കൊടുക്കുന്ന അതില്ലേ, നമുക്ക് സ്മോൾ ഗിഫ്റ്റ് കൊടുക്കാം. പക്ഷേ ആൾക്കാർക്ക് ഫേസിൽ നമുക്ക് ഒരു ചിരി കിട്ടും. ആ ചിരി കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് അങ്ങനെ
മൈൻഡുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ബിഗ് സർപ്രൈസ് കൊടുക്കുന്നു പറ്റില്ല. ഞാൻ കുഞ്ഞി സർപ്രൈസ് പിന്നെ ഞങ്ങൾക്ക് പുറത്ത് പോകണു, ഔട്ടിങ് പോകണു, ഫുഡ് കഴിക്കണം. എല്ലാ ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും ചേച്ചി ഓർത്ത് വെക്കും എല്ലാവരുടെയും. ഓർത്ത് വയ്ക്കും. ഇവളെ ഞാൻ ഓർത്ത് കൊടുക്കും. പിന്നെ ഇവളെ പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും സ്ക്രിപ്റ്റഡ് അല്ലേ ചെയ്യണ സർപ്രൈസ് ഒക്കെ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവളെ പറ്റിക്കാം. ഇവള് ഈസിയായിട്ട് പറ്റിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഇവള് സർപ്രൈസ് ഒന്നും ഓർത്തിരിക്കില്ല. മനസ്സിലായി ഞാൻ എപ്പോൾ ചെയ്യും. അതുപോലെ ഞാൻ മൈൻഡ് ചെയ്ത് അങ്ങനെ പോകും. പിന്നെ ഇവിടെ ചിലപ്പോൾ 3 മണിക്കൊക്കെ രാത്രി വെളുപ്പിനൊക്കെ കൊടുക്കണത്. അത് ഇവർക്കൊന്നും അത് കട്ടിലെണ്ണം പിന്നെ ഒന്നുമില്ല, ഒരു ഓർമ്മയില്ല. കട്ടിലെണ്ണ കട്ടിൽ മാത്രം മതി, വേറെ ആരും വേണ്ട. അപ്പം അങ്ങനെ അപ്പം പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാനൊക്കെ മന്തി. അപ്പൊ ആ ഗുണം അല്ലെങ്കിൽ വേറൊരു കുറച്ച് ബുദ്ധിയുള്ള ബോധമുള്ള ഒരാളൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ പഠിക്കാൻ പറ്റില്ല. ബോധമില്ല, എനിക്ക് ബുദ്ധിയില്ല. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ ഒരു ഇൻട്രസ്റ്റും കൂടിയാലും ചെയ്യും. ഇതിങ്ങനെ ചെയ്തു ഇല്ല. മുമ്പും ഇങ്ങനെ ഉണ്ടായിരുന്നു ലവ് ടൈം. എനിക്ക് കുറേ സർപ്രൈസ് അത് കുറേ എനിക്ക് ചെയ്തിട്ടുണ്ട്. കൊറോണ ടൈം മാത്രം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിക്ക് മുമ്പ് ഞാൻ കുറെ സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നെ കവർ വരെ സൂചി വെച്ചിട്ട്. സംഭവം ഞാൻ കട്ടിൽ കിടക്കുമ്പോഴായിരുന്നു എനിക്കും കൊറോണ പിടിച്ച് നടക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കൊടുക്കാൻ. എന്നാ കൊറോണ സ്റ്റാർട്ട് ചെയ്തല്ലോ, സെക്കൻഡ് ടൈമല്ലേ എനിക്ക് സെക്കൻഡ് കൊറോണ പേര് വന്നല്ലോ, ആ ടൈമിൽ പിടിച്ചത്. അപ്പൊ അന്ന് ഭയങ്കര ഇതായിപ്പോയി. ഒരു മാസം ബെഡിലുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് രാവിലെ എണിച്ച് എനിക്ക് എന്താണെന്നറിയില്ല, വയറുവേദന. അപ്പം ഞാൻ വാഷ്റൂം പോയൊന്നുമില്ല. പിന്നെ ഞാൻ നടത്തുകളൊന്ന് ഉരുളിയായിരുന്നു, അതേപോലെ പെയ്യും പറ്റുന്നില്ല. അത് പിന്നെ ചെക്ക് ചെയ്ത് പോസിറ്റീവായി അങ്ങനെ ചെക്ക് ചെയ്ത് പിന്നെ വീട്ടിൽ വന്ന് നടന്ന് ഭയങ്കര ഒരു 2 മാസം അതിൻ്റെ ഉള്ളിൽ ഭ്രാന്ത് പിടിച്ചു പോയി. അപ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണ്. അതിൻ്റെ അപ്പുറത്തിരുന്ന്, അതായത് വിൻഡോയ്ക്ക് അടുത്ത് ഇവിടെയൊക്കെ ഇവിടെ വരും, വരണ്ടാന്നോട് വരും. വന്നു കഴിഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴല്ലോ ഒരാളുടെ ആരൊക്കെ കൂടെ ഉണ്ടാവുന്ന മനസ്സിലാവുന്നത്. അന്ന് സത്യം പറഞ്ഞാൽ ഇവള് ആ ജനലിൻ്റെ അപ്പുറത്ത് നിന്ന് കരയണുണ്ടേ എന്തോ വിലയായി. പിന്നെ അതിന് ഭയങ്കര വിഷമം. ഇവള് പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ, ഭയങ്കര വിഷമം. അപ്പോൾ ഞാനും അപ്പം എനിക്കതൊരു കൊറോണ പേടിയില്ലായിരുന്നു. പക്ഷെ ഇവള് കരയണപ്പോൾ എനിക്കും പേടിയായി സത്യം പറഞ്ഞാൽ. ഇപ്പം മരണം എന്ന് പറഞ്ഞത് എനിക്ക് ശരിക്കും പേടിയൊക്കെ. ഇവളുടെപ്പം ജീവിച്ച് മതിയായിട്ടില്ല. അത് മുന്നോട്ട് ഇതുപോലെ പോകണം. പ്രായം കൂടുതലും പേടിയാണ്. ഇങ്ങനെ തന്നെ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു സർപ്രൈസ് എന്തായിരുന്നു അലക്സിയുടെ തന്നതിൽ? എനിക്ക് സർപ്രൈസ് മീൻസ് പണ്ട് ഞാൻ എൻ്റെ മാരേജിൽ എൻ്റെ പാരൻസ് വരാൻ പറ്റില്ല. കാരണം ആ ടൈം പെറ്റിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ ഒരു ആൻറ്റിക്ക് കുറച്ച് അസുഖം ഉണ്ടായിരുന്നു. അതിന് വേണ്ടി നമുക്ക് പെറ്റിൻ്റെ മാരേജ് നടത്തി. പക്ഷെ പ്ലാനിങ് ഉണ്ടായിരുന്നു. എൻ്റെ മാരേജ് ഫെബ്രുവരിയിൽ പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ ടൈം എൻ്റെ ഫാമിലിയൊക്കെ പറഞ്ഞു. പക്ഷെ പറ്റില്ല, നവംബറിൽ ചെയ്തായിരുന്നു. പിന്നെ ആ ടൈം എൻ്റെ പാരൻസ് ആരുമേ വരാനും പറ്റില്ല. അപ്പോൾ ഒരു ദിവസം മാരേജ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ അമ്മക്ക് എൻ്റെ അമ്മക്ക് അവിടെ ഇല്ല. ഞാനും പോയായിരുന്നു. അപ്പോൾ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ അമ്മക്ക് കൊണ്ടുവന്നിച്ച് അമ്മ ഭയങ്കര സന്തോഷമായി. പിന്നെ അമ്മ കണ്ടിട്ടില്ലല്ലോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എങ്ങനെ ഉണ്ടോ അറിയില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ വന്നു കണ്ടപ്പോൾ അപ്പം അമ്മയ്ക്ക് സന്തോഷമായി. അപ്പോൾ അമ്മ പറഞ്ഞു, നിൻ്റെ ലൈഫ് എനിക്ക് ഇപ്പോൾ ടെൻഷൻ ഇല്ല പറഞ്ഞു പോയി. അപ്പോൾ ആ സന്തോഷം എനിക്ക് ഇതുവരെ ഏറ്റവും ബിഗ് സർപ്രൈസ് പിന്നെ സന്തോഷം ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടുണ്ടോ പക്ഷെ ലൈഫിലെ ഏറ്റവും ബിഗ് സർപ്രൈസ് മറക്കാൻ പറ്റില്ല. പിന്നെ സർപ്രൈസ് ലാസ്റ്റ് ടൈം ബർത്ത്ഡേയിൽ എനിക്ക് ഓർഫനേജിൽ കൊണ്ടുപോയി. അത് ഭയങ്കര ബിഗ് സർപ്രൈസ്. അത് കാരണം എനിക്ക് ബിഫോർ ടൈം പ്ലാനിങ് ഉണ്ടായിരുന്നു. എനിക്ക് ഓർഫനേജിൽ പോയിട്ട് ഫുഡ് കൊടുക്കണം അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം എനിക്ക് ആ സർപ്രൈസ് ഭയങ്കര ഏറ്റവും ബിഗ് സർപ്രൈസ്. പിന്നെ പണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ഇതിന്റെ ആഗ്രഹങ്ങളൊക്കെ എന്താന്ന് പറയാന്ന് പറഞ്ഞായിരുന്നു. ഇതൊക്കെ ഉണ്ട്. അതിൽ
ആ ഒരു കാര്യം നീ ബർത്ത്ഡേക്ക് സാധിച്ചു കൊടുത്തു. അത് പ്രതീക്ഷയില്ല. കണ്ണു കാണിച്ചത് ആ ടൈം 2 ദിവസം കിളി പോയിട്ടുണ്ട്. ഒരു ദിവസം മിന്തിനേ പറ്റില്ല, ആരും പിന്നെ മിന്തില്ല. ഹസ്ബൻഡ് ചോദിക്കും എന്താ അയച്ചു, നിനക്ക് എന്താ അയച്ചു, നിനക്ക് ബർത്ത്ഡേ ചെയ്യുമ്പോ ഇത് നിനക്ക് വിഷമായോ എന്താന്നറിയില്ല. പിന്നെ സർപ്രൈസ് കൊടുത്ത ഞാൻ ബർത്ത്ഡേക്ക് തന്നെ. ചേച്ചിക്കൊപ്പം ചേട്ടൻ കുറെ അധികം സർപ്രൈസസും കാര്യങ്ങളൊക്കെ തന്നിട്ടില്ലേ? ചേട്ടൻ എന്തായിരുന്നു കൊടുത്തിരുന്നത് സർപ്രൈസ് ആയി? അപ്പൊ പറയൂ, എന്റെ ബർത്ത്ഡേക്ക് വെഡിങ് ആനിവേഴ്സറി നിനക്ക് ഞാനില്ല, അതാണ് ഇപ്പൊ നോക്കിയത് പറയണ്ടായത്. ഞാൻ പോരെ. ഇല്ലേ, ഞാനും സർപ്രൈസ് കൊടുക്കുന്ന ആഗ്രഹമുണ്ടോ, പക്ഷെ എപ്പോഴും നമുക്ക് ഹസ്ബൻഡ് ബർത്ത്ഡേ വരില്ല. ആ സമയത്ത് എൻ്റെ ക്യാഷ് തീരും, അപ്പൊ ബഡ്ജറ്റ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ബർത്ത്ഡേ പോവും, ആനിവേഴ്സറി പോവും, ഒക്കെ പോവും. പിന്നെ എനിക്ക് സർപ്രൈസ് കൊടുക്കുമ്പോൾ അങ്ങനെ ബിഗ് സർപ്രൈസ് ചെയ്യുന്നു. ഹസ്ബൻഡിക്ക് നല്ല ഇത് ഉണ്ടോ, ഇങ്ങനെ ചെയ്യുന്നു, എവിടെ ചെയ്യുന്നു ഒക്കെ അറിയാം. പക്ഷെ എനിക്ക് അങ്ങനെ വരൂല. ഞാന് ഡ്രസ്സ് ഷൂ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ബിഗ് സർപ്രൈസ് ഇതുവരെ കൊടുത്തിട്ടില്ലേ. പാവം കൊടുക്കുന്നു. ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവളോട്, എനിക്ക് എൻ്റെ പഴയ ബൈക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു സാഹചര്യം കൊണ്ട് വിറ്റുപോയത്. അത് ഇവളുടെ നെയിം വെച്ചിട്ടുള്ള ബൈക്കാണ്. അത് ഞാൻ സോയിക്കുട്ടി എന്നല്ല വിളിക്കണേ. അപ്പൊ ഈ സോയിക്കുട്ടിന്റെ നമ്പർ 501 ആണ്, SOI. അപ്പൊ ആ നമ്പറാണ്. അപ്പൊ നമ്മളത് നോക്കി നിന്ന് മേടിച്ചാണ് ആ നമ്പർ, ലക്ക് കിട്ടുക. അപ്പൊ ഡൊമിനാറാണ് ബൈക്കിന്റെ നെയിം. അപ്പൊ അത് നമുക്കത് കൊറോണ ടൈം വിൽക്കേണ്ടി വന്നു. അപ്പൊ അത് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരില്ല ആ സമയത്തൊക്കെ. അപ്പൊ അത് വിൽക്കേണ്ടി വന്നു ആ സമയത്ത്. പെട്രോളിന് വില കൂടിയപ്പോൾ സങ്കടം ഉണ്ടായിരുന്നു വിൽക്കാൻ. പക്ഷെ എനിക്ക് ഞാനിപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുക ബൈക്ക് എങ്ങനെ കിട്ടണം ബൈക്ക്. അത് ഭയങ്കര ആഗ്രഹം. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും എനിക്ക് സർപ്രൈസ് ആയിട്ട് അത് കണ്ടെത്തി. എത്ര വർഷം എടുത്താലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും സർപ്രൈസ് അത് കണ്ടുപിടിച്ചാ. വെയിറ്റിംഗ് ആണ് ബൈക്കിന് വേണ്ടിയിട്ട്. എവിടെ പോയി ആ ബൈക്ക് നമുക്ക് കിട്ടണ്ടേ, അതന്വേഷിച്ചാൽ കിട്ടാതിരിക്കൊന്നുമില്ല. അന്വേഷിച്ചാൽ കിട്ടും. നമ്പർ പ്ലേറ്റ് ഇല്ല കയ്യില്. ചേട്ടനപ്പ ചേച്ചിക്ക് കണ്ണെഴുതി കൊടുക്കലും അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ടോ? എനിക്ക് ഏറ്റവും ഹേറ്റ് ആയിട്ടുള്ള പരിപാടി മേക്കപ്പ് പരിപാടി. ഇഷ്ടമല്ല ചെയ്യണത്. പിന്നെ ഒന്നാമത്തെ നിങ്ങൾക്ക് ലേഡീസ് അറിയണ്ട, ഒരു 2-3 മണിക്ക് കഴിഞ്ഞാലും അതിന് പുറത്തിറങ്ങത്തില്ല. ഇപ്പോൾ ആദ്യം ഒരു ഡ്രസ്സ് ഇട്ട് വീട് പുറത്തോട്ട് വരും. അതിന് മതിയില്ലേ, കുഴപ്പമില്ല, ഞാൻ നല്ലതെന്ന് പറയും. ഞാൻ വീട് അടുത്ത ഡ്രസ്സ് 3 ഡ്രസ്സ് മാറാണ്ട് ആള് പുറത്തിറങ്ങും. പിന്നെ ഇല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇല്ല. ഞാൻ സ്കിൻ കെയർ ചെയ്യും, മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ചെയ്യില്ല. പിന്നെ എനിക്ക് ഡ്രസ്സൊക്കെ സെലക്ഷൻ ഒക്കെ ഹസ്ബൻഡ് ഉണ്ടോ, ഡ്രസ്സൊക്കെ സെലക്ഷൻ ഹസ്ബൻഡ് ചെയ്ത് കൊടുക്കും. പിന്നെ മേക്കപ്പ് ചെയ്യും ഞാൻ. അപ്പോൾ ഹസ്ബൻഡ് നോക്കും, കൂടുതൽ കൂടി പോയോ മേക്കപ്പ് അങ്ങനെ നോക്കും. പിന്നെ ലിപ്സ്റ്റിക്ക് കൂടുതൽ ബ്രൈറ്റ് ഇടാനും പാടില്ല, ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, നൂഡ് ഷെയ്ഡ്. കളയും. എനിക്ക് ഇഷ്ടം, എനിക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ഇടുന്ന സമയക്കില്ല. പിന്നെ ഡ്രസ്സൊക്കെ സെലക്ഷൻ ഒക്കെ ഹസ്ബൻഡ് കൊടുക്കുക ചെയ്യും. പിന്നെ കമ്മല് നമുക്ക് പൊട്ടു ഒക്കെ ഇടൂലേ, അതൊക്കെ നോക്കും. പക്ഷെ മേക്കപ്പ് കഴിയില്ല. പക്ഷെ ഞാൻ റെഡി ആയി കഴിഞ്ഞാലേ നോക്കും. ഇപ്പൊ ഡ്രസ്സ് ഇപ്പൊ ഞാനിപ്പോ എവിടെയെങ്കിലും പോകണമെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അട്രാക്ഷൻ വന്നാൽ അപ്പൊ തന്നെ മേടിക്കും. ഇപ്പൊ ചേരുന്നുള്ള ഉറപ്പായതുകൊണ്ട് മേടിക്കും. അതല്ല മിക്കതും ചോദിക്കുന്നത് ഡ്രസ്സ് അങ്ങനെ കൊള്ളാലായിരുന്നു, നല്ല സെലക്ഷനാണെന്ന് പറയണത്. മാക്സിമം ഒരു 90% ഡ്രസ്സ് ഉണ്ട്. അപൂർവമായിട്ട് ആള് നല്ലത് നോക്കിയോട് മേടിക്കുള്ളൂ. അത് മേടിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ നോക്കുമ്പോ ഹസ്ബൻഡ് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ ഹസ്ബൻഡ് നോക്കി മേടിച്ചു തരും. ഈ ഫോട്ടോ കണ്ട് ബ്രേക്കപ്പ് ആയ ഒരു സ്റ്റോറി ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ബ്രേക്കപ്പ് ഒരാളോട് ഫോട്ടോ ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് ഫോട്ടോ കണ്ടിട്ട് വേണ്ടാന്നും പറഞ്ഞു പോയി, റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി വേണ്ടാന്നും പറഞ്ഞു പോയി, കയ്യില് ബ്ലേഡ് വെച്ചിട്ട് എഴുതി. അത്